ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളയിൽ ചർച്ചയാക്കാൻ സമരസമിതി പദ്ധതിയെ അനുകൂലിക്കുന്നവർക്ക് വോട്ട് നൽകില്ല എന്നാണ് നിലപാട്. ടോബി ജോൺസൺ ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇത്തരത്തിലൊരു പ്രഖ്യാപനം, വിവരങ്ങൾ എന്തൊക്കെ ടോബി? ഉന്മേഷ്, തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഈ ഒരു വിഷയം സജീവ ചർച്ചയാക്കി മാറ്റാനുള്ള ഒരു തീരുമാനമാണ്. കാരണം ഈ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായി സർക്കാർ പുറത്തേക്ക് പിന്മാറിയിട്ടില്ല എന്ന് കൃത്യമായി സമരസമിതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടില്ല. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്തുകൊണ്ട് ഇത് വേണ്ടെന്ന് വെക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് സമരസമിതി ചോദിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ഒന്ന് തൃക്കാക്കര, പുതുപ്പള്ളി. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഈ വിഷയം ചർച്ചയായി എന്നാണ് അവർ പറയുന്നത്. തൃക്കാക്കരയിൽ പ്രത്യേകിച്ചും കൂടുതൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ചർച്ച ചെയ്യണം, അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇത്തരത്തിൽ വോട്ട് ചോദിച്ച്, അല്ലെങ്കിൽ ഈ പദ്ധതിയെ അനുകൂലിക്കുന്നവർ വോട്ട് ചോദിച്ച് വന്നാൽ അവരെ പൂർണ്ണമായും തള്ളിക്കളയും, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള നിലപാടാണ് സമരസമിതി എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോട്ടയത്ത് ഒരു പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടന്നിരുന്നു. അതുപോലെ സമാനമായ രീതിയിൽ കൂടുതൽ പ്രചരണ പരിപാടികളിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ശരി, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ കോട്ടയത്ത് നിന്ന്.